നമസ്കാരം. പല ജീവികളും വീടുകളിൽ വരുന്നതാണ്. എന്നാൽ നിങ്ങളുടെ വീടുകളിലേക്ക് തവളയാണ് വരുന്നത് എങ്കിൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ തവളയുമായി ബന്ധപ്പെട്ട് ആ വീടുകളിൽ സംഭവിക്കും എന്നുള്ളതാണ്. അഥവാ തവള വരുന്നതായ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. തവള വീടുകളിൽ വരുന്നത് ശുഭകരമാണോ അശുഭകരമാണോ എന്ന് പലർക്കും സംശയമുള്ള ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ തവള വീടുകളിൽ വരുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. തവള വീടുകളിൽ വരുന്നതിലൂടെ പ്രധാനമായും ആ വീടുകളിൽ സംഭവിക്കുന്നത് അഭിവൃദ്ധിക്ക് സഹായകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ്. ഈ പരാമർശിക്കുന്ന എല്ലാ ഫലങ്ങളും ലഭിക്കണം എന്നില്ല. ഇതിൽ ചില ഫലങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. അഭിവൃദ്ധി ആ വീടുകളിൽ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, തൊഴിൽപരമാകാം, ബിസിനസ് പരമാകാം, അതല്ല നിങ്ങളുടെ വിദ്യയുമായി ബന്ധപ്പെട്ട് പോലുമാകാം. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ കർമ്മത്തിൽ അഭിവൃദ്ധിക്കുള്ള സാധ്യത കൂടുതലാകുന്നു. തൊഴിൽ ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായും ആ തൊഴിൽപരമായും അഭിവൃദ്ധി, ഉയർച്ച സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതൊരു തൊഴിൽ മാറ്റമാകാം, അല്ലെങ്കിൽ തൊഴിലിൽ തന്നെ ലഭിക്കുന്ന ഉയർന്ന പദവിയാകാം, ശമ്പള വർധനവാകാം, അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം, നാട്ടിലേക്ക് തിരികെ വരിക, നാട്ടിൽ ജോലി ലഭിക്കുക, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലുമാകാം. ഇത്തരത്തിൽ അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങൾ പുതിയ ജോലി ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ, പുതിയ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു അവസരത്തിലാകാം ഇത്തരത്തിൽ തൊഴിൽ ലഭിക്കുക എന്ന കാര്യം ഓർക്കുക. അതായത് പരിശ്രമിക്കുകയാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത അവിടെ വർദ്ധിക്കും. പ്രധാന വാതിലിന്റെ അടുത്തായാണ് തവളയെ കാണുന്നത് എങ്കിൽ സുഖ സമൃദ്ധിയാണ് ഫലമായി വന്നു ചേരുക. ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഇത്തരം കാര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ദുരിതപൂർണമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവരാകാം. എന്നാൽ പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ധനപരമായ ലാഭങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. ചെയ്യുന്നതായ പ്രവൃത്തികൾ, കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യം രൂപപ്പെട്ടു എന്ന് വരാം. ഒന്നിൽ കൂടുതൽ ധനപരമായ സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതുമാണ്. തടസ്സപ്പെട്ടതായ പല കാര്യങ്ങളും ഉണ്ടാകാം. പിന്നീട് ആ കാര്യം ചെയ്യുവാൻ സാധിക്കുമോ എന്ന സംശയം പോലും പലർക്കും ഉണ്ടാകാം. എന്നാൽ നിങ്ങൾക്ക് തടസ്സപ്പെട്ടതായ ആ കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അനുകൂലമായ ഫലം നൽകുന്നതായ ഒരു കാര്യമായി മാറാം. പേരും പ്രശസ്തിയും നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. തടസ്സപ്പെട്ടു പോയതായ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ പരാജയം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. വിജയകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. പരാജയത്തിലേക്ക് നീങ്ങുന്നതായ കാര്യങ്ങൾ പോലും വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പരാജയത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്തി കൃത്യമായി അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം.
അത് നിങ്ങൾക്ക് ഉയർച്ചയായിരിക്കും നൽകുക എന്നതാണ് വാസ്തവം. വിജയങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായതാണ്. ആ വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. വിജയങ്ങൾ നേടുവാനും സന്തോഷ നിമിഷങ്ങൾ വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ധനപരമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. പൂജാമുറിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, പൂജാമുറിയിൽ തവളയെ കാണുകയാണ് എങ്കിൽ ലക്ഷ്മി കുബേര പ്രീതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നും, അതിനാൽ തന്നെ തീർച്ചയായും ആ വ്യക്തികൾക്ക് മഹാലക്ഷ്മി ദേവിയുടെയും കുബേരദേവന്റെയും അനുഗ്രഹത്താൽ ധനപരമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. കൂടാതെ പ്രത്യേക ദിവസങ്ങളിൽ, അതായത് വളരെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇപ്രകാരം തവളയെ കാണുവാൻ സാധിക്കുന്നു, അതായത് വീടുകളിൽ തവളയെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവി ആ വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടും പരാമർശിക്കുവാൻ സാധിക്കും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ആ വീടുകളിലേക്ക് ഐശ്വര്യങ്ങൾ നിറയുവാൻ പോകുന്നു എന്നും, അത് പല പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമോ സന്തോഷകരമായ നിമിഷങ്ങളോ ധനപരമായ നേട്ടങ്ങളോ ആകാം. ഭാഗ്യം പല കാര്യങ്ങളിൽ തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്. അതിനാൽ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ കാണുന്നതും ഏറ്റവും ശുഭകരമാണ്. നിങ്ങൾ പുറത്തേക്ക് ഒരു കാര്യത്തിനായി പോകുമ്പോൾ തവളയെ കണ്ടിട്ടാണ് ഇറങ്ങുന്നത് എങ്കിൽ അത് ശുഭകരമായി നടക്കും എന്നാണ് അതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ പോകുന്നത് ആ കാര്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്ന സൂചന തന്നെയാണ് ഇവിടെ ലഭിക്കുക. അതിനാൽ തന്നെ തീർച്ചയായും ശുഭകരമായി തന്നെ ആ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വീട്ടിൽ വന്ന് തവള ശബ്ദമുണ്ടാക്കുന്നതായി കാണുകയാണ് എങ്കിൽ, അപ്രകാരം നിങ്ങൾക്ക് കേൾക്കുകയാണ് എങ്കിൽ, തടസ്സപ്പെട്ടതായ ഏതോ ഒരു കാര്യം പുനരാരംഭിക്കുകയോ മനസ്സിന് സന്തോഷം നൽകുന്നതായ ഒരു വാർത്ത കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയായി ഇതിനെ അർത്ഥമാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് എങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള ഒരു പോംവഴി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യം ലഭിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ തവളയെ കാണുകയാണ് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചന തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും. വിളക്ക് തെളിയിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം തവളയെ കാണുകയാണ് എങ്കിൽ അതും ശുഭകരമായി തന്നെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. ഈശ്വരാധീനം ആ ഭവനങ്ങളിൽ വർദ്ധിക്കുന്നു എന്നും പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. കൂടാതെ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ അനുകൂലമാകുന്നതും ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയോ അപകടകരമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ ലഭിക്കുകയോ ചെയ്യാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്ന സൂചന തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും ഇപ്രകാരം തവളയെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുന്നതാണ്.